ഓ ഒന്ന് പോ അവിടുന്ന്. എനിക്ക് നീയല്ലാതെ വേറെ ആരാ ഉള്ളത്? എന്നാ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? നാളെ RP മോളിൽ കാണാം. ഫോണില് അതെന്റെ ഗേൾ ഫ്രണ്ടാ. നാളെ ഞങ്ങൾ ഒരു ഔട്ടിങ്ങിന് പോകുന്നത് പ്ലാൻ ചെയ്യായിരുന്നു. ഇതൊക്കെ ഓളെ പെരയിലറിയോ? എന്താണ് എന്റെ ഗഫൂർക്ക, ഇതൊക്കെ ആരേലും ഒരേ പറഞ്ഞിട്ടാണോ ചെയ്യ? നിങ്ങൾ ഇത് എവിടുന്ന് വന്നീന്? കാണാൻ ലുക്കുള്ള ആൺപിള്ളേരാവുമ്പോ പെൺപിള്ളേര് ക്യൂ നിൽക്കും ഒന്ന് നോക്കാൻ. ഹായ് സ്വീറ്റി, എവിടെയാണുള്ളത്? അയ്യോ നാളെ ഞാൻ ബിസി ആയിരിക്കും, വേണേ ഇന്ന് കാണാം. ഓക്കെ, ബീച്ചിലേക്ക് ഞാൻ ഇതപ്പ വരാം. നേരത്തെ വിളിച്ചോളെ എന്നാണോ? അത് വേറെ ഇത് വേറെ, എന്താ ചെയ്യ? അപ്പം ബീച്ചിലേക്ക് പോണില്ല? ഓള് കുറച്ചേരം വെയിറ്റ് ചെയ്യട്ടെ, അപ്പോഴേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവൂ. അവന്റെ ഒരു ഭാഗ്യം. അല്ല ഗഫൂർക്ക, നിങ്ങൾ പഠിക്കുന്ന കാലത്ത് വല്ല ലൈൻ ഉണ്ടായിരുന്നോ? ഇല്ലടാ, ഒരൊറ്റ നമ്മളെ മൈൻഡ് ചെയ്തില്ലേ? ഓ, അത് വളരെ കഷ്ടായി പോയി. നമ്മള് കോളേജിൽ ഫൈനൽ ഇയർ ആയപ്പോ നമ്മളെല്ലാ ചങ്ങായിമാർക്കും ലൈൻ ഉണ്ടായിന്, നമുക്ക് മാത്രം ഒരുത്തിയില്ല. സങ്കടം കൊണ്ട് ഉറക്കം വരെ കിട്ടില്ലായിരുന്നു. നിങ്ങള് അന്നേരം ഈ ലുക്ക് തന്നെ ആയിരുന്നോ? ഈ ലുക്കിന് ഇപ്പൊ എന്താ ഒരു കുഴപ്പം? ചുമ്മാ ചോദിച്ചതാ. എന്നാലും ഒരു പെണ്ണ് പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാൽ ഒരുത്തി നമ്മളെ തിരിഞ്ഞു നോക്കത്തിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു. അപ്പോൾ പറയാ, ഗഫൂർ ഖാനെ കാണാൻ ഭയങ്കര ലുക്ക് ആയതുകൊണ്ട് വേറെ ലൈൻ ഉണ്ടാവുമെന്ന് കരുതിയെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ആരും മൈൻഡ് ചെയ്യാത്തതെന്ന്.